തന്ത്രിയെപ്പോലെ ഒരാളെ അങ്ങനെ വെറുതെ അറസ്റ്റ് ചെയ്യുന്നതല്ല. അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കും. ആ തെളിവുകളുടെ അടക്കം വിശദാംശങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. റോഷിപാൽ ചേരുകയാണ്. റോഷിപാൽ, ശബരിമലയിൽ തന്ത്രി അറിയാതെ ഒരില അനങ്ങുമോ? അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. തന്ത്രിയുടെ പേര് സംശയനിഴലിലുണ്ടായിരുന്നു. പല ചർച്ചകളിലേക്കും തന്ത്രി കണ്ഠരര്, രാജീവര് എന്ന പേര് വന്നിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കോടതി അത് പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴൊന്നും ഈ SIT തന്ത്രിയുടെ പേരൊന്നും കോടതിയിൽ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ രഹസ്യമായി തന്നെയാണ് SIT തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ SIT കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ, ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളിലൊന്നും തന്ത്രി എന്നൊരു കാര്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എത്തിയിരുന്നുവെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തന്ത്രിക്ക് കൊടുക്കാമായിരുന്നു. അത്തരം നീക്കങ്ങളിലേക്കൊക്കെ തന്ത്രി കടക്കുമായിരുന്നു. പക്ഷേ വളരെ തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് തന്ത്രിക്കെതിരെ SIT നടത്തിയത്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. റോഷ്നി, അങ്ങനെയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അന്വേഷണം തന്ത്രിയിലേക്ക് പോകുന്നു എന്ന സൂചന പുറത്തു വന്നാൽ സ്വാഭാവികമായും അത് പ്രതിരോധിക്കാനുള്ള നീക്കം തന്ത്രി രാജീവ് കണ്ഠരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ആദ്യം മുതൽ തന്നെ തന്ത്രിയിലേക്ക് എത്തുന്ന തെളിവുകൾ ലഭിച്ചപ്പോൾ അത് രഹസ്യമായി സൂക്ഷിച്ച് തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം പോയില്ല. പിന്നീട് ഓരോ ഘട്ടത്തിലും അറസ്റ്റുകൾ നടക്കുന്നു. ഭരണസമിതിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നു. ആ ഘട്ടത്തിൽ ആരോപണങ്ങൾ ഉയരുന്നത് മുഴുവൻ ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് മാത്രമായി ചുരുങ്ങി. അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് ആരോപണങ്ങൾ വരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഈ തന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെന്ന സൂചനകൾ പോലും അത് കോടതിയെ പോലും അറിയിച്ചില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ തന്ത്രി രാജീവ് കണ്ഠരുടെ പങ്ക് പുറത്തേക്ക് വന്നാൽ, അങ്ങനെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്ന് അറിഞ്ഞാൽ അത് ഈ തന്ത്രി തന്ത്രപരമായ നീക്കത്തിലൂടെ അത് പ്രതിരോധിക്കുമെന്ന ഉത്തമ ബോധ്യം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലവട്ടം ചോദ്യം ചെയ്തപ്പോൾ അതിലൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല തന്ത്രി രാജീവ് കണ്ഠരുടെ പങ്കാളിത്തം കൃത്യമായി ബോധ്യപ്പെടുന്നു. രാജീവ് കണ്ഠർ എല്ലാ തട്ടിപ്പിനും അനുമതി നൽകുന്നു. ഈ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ ഒപ്പം കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുവരാൻ അവിടെ അറ്റകുറ്റപ്പണി എന്ന വ്യാജേന അതിനുള്ള അനുമതി നൽകുന്നു, നിർദ്ദേശം നൽകുന്നു. അങ്ങനെ നൽകുന്ന നിർദ്ദേശം അത് പിന്നീട് ദേവസ്വം ബോർഡ് അംഗീകരിക്കുകയും പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണമെല്ലാം അതിനിടയ്ക്ക് ഓരോ ദിവസം നടക്കുമ്പോൾ എല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പൊ അന്വേഷണം ശരിയായ നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയല്ലോ. അതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. അന്വേഷണം കഴിയട്ടെ, എന്നിട്ട് നമുക്കെല്ലാം. റോഷിപാൽ, ഇപ്പോൾ മന്ത്രി പറഞ്ഞതടക്കം അന്വേഷണം നടക്കട്ടെ എന്നാണ്. പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ, അതിന് സ്വാഭാവികമായും അതിൽ ഇടപെടൽ നടത്താൻ സർക്കാരിനോ അല്ലെങ്കിൽ പോലീസിനോ പറ്റില്ല. അന്വേഷണം മുന്നോട്ട് പോകട്ടെ, ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ പറയുന്നത്. എല്ലാ സ്വാതന്ത്ര്യവും കൊണ്ട് അന്വേഷണ സംഘത്തിന്, പ്രത്യേകിച്ച് കോടതി നിരീക്ഷണത്തിലാണ്. അതിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യഘട്ടത്തിലെ ആരോപണം പോലെ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്ന വാദം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും സർക്കാരിന് ഈ കാര്യത്തിൽ ഏതായാലും കടകംപള്ളിക്കടക്കം ഇതിൽ താൽക്കാലികമായ ഒരു ആശ്വാസം. കാരണം ഇതിൽ തന്ത്രിയുടെ കൂടെ പങ്കാളിത്തം വരുമ്പോൾ ആരോപണം അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് മാത്രമല്ല, തന്ത്രി അത് നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ ദൈവതുല്യനായ തന്ത്രി രാജീവ് കണ്ഠർ കൂടി ഈ തട്ടിപ്പിൽ പ്രധാന പങ്കാളിത്തമുണ്ടെന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനപ്പുറത്ത് ഇനി മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഇനി ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നടത്തിയ ഈ തട്ടിപ്പുകളിൽ മറ്റ് ആർക്കൊക്കെ പങ്കാളിത്തമുണ്ട് എന്ന് വ്യക്തമാകണം. ഇതിൽ രാജീവ് കണ്ഠർ നൽകുന്ന മൊഴി വളരെ പ്രധാനമാണ്. അതിനപ്പുറത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ ലഭിച്ച വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ അതിനപ്പുറത്തേക്ക് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാത്തിനു ശേഷം മാത്രമാണ് ഈ അന്വേഷണ സംഘം ഈ സുപ്രധാനമായ അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഒരു ഘട്ടത്തിൽ പോലും ഒരു സംശയം പോലും തോന്നാത്ത തരത്തിലുള്ള രഹസ്യ നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തിയത്. കാരണം രാജീവ് കണ്ഠറിലെ അറസ്റ്റിലേക്ക് എത്തുമ്പോൾ അത് എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്ന ഒരു തീരുമാനം അവർ എടുത്തു. അല്ലെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരും അന്വേഷണ സംഘം. കോടതിക്ക് മുന്നിൽ തെളിവില്ലാതെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ മറ്റു പ്രത്യാഘാതങ്ങൾ കൂടി ഉണ്ടാകും. അത് വലിയ വിമർശനങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുമെന്ന ഉത്തമ ബോധ്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകിപ്പിച്ചത്. ഏതായാലും ഊരാൻ പറ്റാത്ത ഒരു കുരുക്കിലേക്ക് ഈ തന്ത്രി രാജീവ് കണ്ഠർ എത്തിച്ചേർന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശബരിമലയിൽ വർഷങ്ങളായി മാസങ്ങളായി നടത്തിയ ആ സ്വർണ്ണക്കൊള്ള പല ഘട്ടങ്ങളിലായി പല ഭാഗങ്ങൾ അമൂല്യ വസ്തുക്കളൊക്കെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് വലിയ സഹായം ഈ തന്ത്രി രാജീവ് കണ്ഠർ നൽകിക്കഴിഞ്ഞുവെന്ന്
തെളിവുകൾ തന്നെ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ നിർണായക നീക്കം അന്വേഷണ സംഘം നടത്തിയത്. ഇപ്പോൾ ഇഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ആസ്ഥാനം അവിടെ എത്തിച്ച് മറ്റ് നടപടിക്രമങ്ങളാണ്. ഇത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കണം, കസ്റ്റഡി ആവശ്യമാണെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകണം. ആ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. SP ശശിധരനും മറ്റ് SIമാരും CIമാരടക്കമുള്ള എല്ലാവരും ചേർന്ന് ഇവിടെയുണ്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കുറച്ചു സമയം മുൻപ് മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഏറെ നാളായി രാഷ്ട്രീയ കേരളം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കേസിൽ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് SIT. സായ്കുമാർ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. സായ്കുമാർ, ഏതൊരു ക്ഷേത്രത്തിലെയും പോലെ തന്നെ ശബരിമലയിലെ 2 വിഭാഗം, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവും ആചാരപരമായ കാര്യങ്ങൾ നടത്തുന്ന വിഭാഗവും. അതിൽ ഈ കേസ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് അന്വേഷണം. ആചാരപരമായി അതും താഴ്മൻ കുടുംബാംഗം കേരള സമൂഹം അല്ലെങ്കിൽ വിശ്വാസികൾ കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഒരു പദവി അത് വഹിച്ചിരുന്ന അയ്യപ്പനെ അത്രത്തോളം അടുത്ത ഒരാളാണെന്ന് വിശ്വാസികൾ കരുതുന്ന, അവർ വൈകാരികമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന തന്ത്രി കണ്ഠരരും രാജീവരുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അതാണ് ഈ കേസിൽ ഏറ്റവും വലിയ ഒരു ടേണിംഗിലേക്ക് കടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് കാത്തിരിക്കുന്നത്. തീർച്ചയായും റോഷ്നി, ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള, റോഷ്നി സൂചിപ്പിച്ചതുപോലെ വളരെ വൈകാരികമാണ് ശബരിമല ക്ഷേത്രം എന്നുള്ളത്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ പോലും അയ്യപ്പ വിശ്വാസികൾ എന്നുള്ളത് രാജ്യമാകെ പടർന്നു നിൽക്കുന്ന ഒരു വിശ്വാസി സമൂഹമാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ മണ്ഡലകാലത്തേക്ക് ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകൾ അവരുടെ വിശ്വാസപ്രകാരമായി അവർ എടുക്കുന്ന കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ, അങ്ങനെ ശബരിമലയിലേക്ക് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിശ്വാസികളുടെ ഒഴുക്കാണ് ഈ ദിവസങ്ങളിൽ പോലും നമ്മൾ കാണുന്നത്. ഇപ്പോൾ മണ്ഡലകാലത്തിൽ അതിൻ്റെ മകരവിളക്ക് മഹോത്സവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വലിയ വിശ്വാസി സമൂഹം ഉള്ള അയ്യപ്പ ക്ഷേത്രമാണ് ശബരിമല എന്നുള്ളത്. അവിടുത്തെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് അത്രമേൽ ആശങ്കയും സങ്കടവും വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അയ്യപ്പന്റെ സ്വർണം കെട്ട ഒരാളെ പോലും ശിക്ഷിക്കാതെ പോകരുത് എന്നുള്ളതാണ് അയ്യപ്പ വിശ്വാസികൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സർക്കാരിനെ പോലും വീഴ്ത്താനുള്ള, അല്ലെങ്കിൽ അത്രമേൽ പ്രഹരശേഷിയുള്ള ഒരു വിഷയം കൂടിയാണ് സംസ്ഥാനത്ത് ശബരിമല എന്നുള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ശബരിമല മാറുന്നു. മുൻപ് യുവതീ പ്രവേശന സമയത്ത് നമ്മൾ കണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണിയായ LDFന് അവർ കണ്ട ഏറ്റവും വലിയ തോൽവിയിലേക്ക് നയിച്ചതിൽ അവർ തന്നെ വിലയിരുത്തിയ പ്രധാനപ്പെട്ട കാരണം ശബരിമല വിഷയത്തിൽ അവർ സ്വീകരിച്ച നിലപാടാണ്. അങ്ങനെ മലയാളികൾക്കിടയിൽ അത്രമേൽ സ്വാധീനമുള്ള ഒരു ക്ഷേത്രവും വിശ്വാസവും ഒക്കെയാണ് ശബരിമല. അത്രമേൽ ബഹുമാനിക്കപ്പെട്ട ഒരു കുടുംബവുമാണ്. അവിടെ ഭരണം നടത്തുന്നത് ദേവസ്വം ബോർഡാണെങ്കിലും ശബരിമല തന്ത്രി കുടുംബം, താഴമൺ തന്ത്രി കുടുംബം എന്നുള്ളത് അത്രമേൽ അധികാരമുള്ള, അവിടെ സ്വാധീനമുള്ള, അവിടുത്തെ താന്ത്രിക കർമ്മങ്ങൾ, തന്ത്രിയുടെ വാക്കാണ് ഏറ്റവും അവസാനത്തെ വാക്ക്.